അതെ, ഒരു സൂത്രം കാണിച്ചു തരട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ സൂത്രം ചെയ്യാനായിട്ട് വലിയ പണിയൊന്നുമില്ല, പക്ഷെ കുറച്ച് ക്ഷമ വേണം. എന്റെ കാര്യം പറയാനാണെങ്കിൽ കുറച്ച് ക്ഷമ എന്ന് പറഞ്ഞാൽ പോരാ, എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് വേണം പറയാനായിട്ട്. എന്താ സംഭവം എന്നുള്ളതൊക്കെ പോണ വഴി പറയാം. ആദ്യം തന്നെ കാർഡ്ബോർഡ് എടുത്തിട്ട് കുറച്ച് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് വലിയ സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ് 12x12 സെന്റിമീറ്റർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഈ 5 പീസും ക്രോസ് ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഇടയിൽ സ്പേസിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ക്ലിയർ ആയിട്ടുള്ള സെല്ലോ ടേപ്പ് വേണം എടുക്കാനായിട്ട്. എന്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ബ്രൗൺ കളർ ടേപ്പ് എടുത്തത്. ഇനി ഇഷ്ടമുള്ള കളർ പേപ്പർ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. സൈഡിലുള്ള 4 സ്ക്വയേഴ്സിന്റെ സെന്റർ നോക്കി ഇതുപോലെ ഒരു ഓട്ട ഇട്ട് കൊടുക്കുക. ദാ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ നെല്ലിപ്പലകയുടെ കാര്യം. 2 റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതേപോലെ ഒരുമിച്ച് കെട്ടിയിട്ട് ഈ ഓട്ടയെ കൂടെ എടുത്ത് പുറത്ത് ഒരു ടൂത്ത് പിക്കോ കോലോ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഒന്ന് ഇട്ട് വെച്ച് ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. കാണുന്ന ആ ഒരു രീതിയിലൊന്ന് ചെയ്താൽ മതി. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റബ്ബർ ബാൻഡ് എടുക്കുന്ന ടൈമിൽ ഒരുപാട് വലിയാത്ത റബ്ബർ ബാൻഡ് എടുക്കണം കേട്ടോ. അതായത് നല്ല വലിയ നീളത്തിലുള്ള റബ്ബർ ബാൻഡ് ഇല്ലേ, അത് എടുക്കാൻ പാടില്ല. കുട്ടി റബ്ബർ ബാൻഡ് വേണം എടുക്കാനായിട്ട്. ഈ ഒരു ക്രാഫ്റ്റിന്റെ മൊത്തം കുട്ടൻസ് ഇരിക്കുന്നത് ആ ഒരു റബ്ബർ ബാൻഡിലാണ്. സാധനം സക്സസ് ആയി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10-20 തവണ ഞാൻ തന്നെ ഈ സാധനം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഞാൻ ഉപയോഗിച്ച റബ്ബർ ബാൻഡിന്റെ എലാസ്റ്റിസിറ്റി ഒക്കെ ഏതോ വഴിക്ക് പോയി. ലാസ്റ്റ് വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സാധനം നിൽക്കുന്നില്ല, സാധനം വീണ് പോകാൻ തുടങ്ങി. പറഞ്ഞു വന്നത്, ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 1-2 തവണ മാത്രം ട്രൈ ചെയ്യുക. ബാക്കി 3-ാമത്തെ 4-ാമത്തെ തവണ ആ കൊടുക്കുന്ന ആളുടെ മുമ്പിൽ വെച്ച് ട്രൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ കൊടുക്കുന്ന ആളുടെ മുമ്പിൽ നിന്ന് നമ്മൾ ചമ്മി നാറി പോകേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, അടിപൊളി ഗിഫ്റ്റ് റെഡി. അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് മറക്കണ്ട.